Hello everyone, this is Sunish from Adontic. ഒരു യു ഐ ഡിസൈനിൻ്റെ ഏറ്റവും വലിയൊരു എലിമെൻ്റാണ് അതിൻ്റെ സ്വിച്ച്, അല്ലെങ്കിൽ ഓൺ ഓഫ്, അല്ലെങ്കിൽ ലൈറ്റ്, ഡാർക്ക് മോഡ് എന്നുള്ള രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഈ സ്വിച്ച് എലിമെൻറ്റുകൾ ആപ്പുകളിലോ അല്ലെങ്കിൽ വെബ്സൈറ്റുകളിലോ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇൻട്രാക്ഷൻസിനെ കൂടുതലായിട്ട് നാച്ചുറൽ ആക്കിയിട്ടും സ്മൂത്ത് ആയിട്ടും റെസ്പോൺസീവ് ആയിട്ടും ആക്കുന്നു. ഈ വീഡിയോയിൽ നമുക്ക് ഫിഗ്മയിൽ ഇതുപോലെ ഒരു ഓറഞ്ച് കളറോ അല്ലെങ്കിൽ റെഡ് കളർ ഡിസൈൻ നമുക്ക് ചെയ്യാം. അത് ഒരു സിമ്പിളായിട്ട് ക്ലീൻ ആയിട്ട് മോഡേൺ ലുക്കിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. പിന്നെ ഇതിലൊരു ചെറിയ ഗ്രേഡിയൻറ്റ്, ഷാഡോസ്, ബ്ലർ എഫക്റ്റ് ഇതെല്ലാം ചേർത്തിട്ടായിരിക്കും ഒരു റിയലിസ്റ്റിക് ടച്ച് നൽകാനാണ് നമ്മളിതിൽ കൂടുതലായിട്ട് ഈ വീഡിയോസിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ യു ഐ ഡിസൈൻ്റെ കേസിൽ ഇപ്പോൾ മൊബൈൽ ആപ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഇതേപോലെയുള്ള ഒരുപാട് സൈറ്റുകളിലും അല്ലെങ്കിൽ മൊബൈൽ ആപ്സുകളിലൊക്കെ ഒരുപാട് ഇതേപോലെയുള്ള സ്വിച്ചുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ സ്വിച്ചുകൾ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻട്രാക്ഷൻസ്, ഇതിൻ്റെ ഒരു ആനിമേഷൻസ്, ഓൺ ഓഫ് അല്ലെങ്കിൽ ഒരു ഡാർക്ക് മോഡ് അല്ലെങ്കിൽ ലൈറ്റ് മോഡ് ഇതൊക്കെ ആക്കുമ്പോൾ നമ്മൾ ഈ മൊബൈൽ ആപ്സിലും വെബ്സൈറ്റിലും ഒക്കെ നമുക്കത് ഭംഗി കൂട്ടാനും അതിൻ്റെ ഒരു വേറൊരു ലെവലിലോട്ട് നമുക്ക് ആ ഡിസൈന് കൊണ്ടുപോകാൻ പറ്റും. നമുക്കിനി ഒരു ഫിഗ്മയിൽ എങ്ങനെ ഒരു സ്വിച്ച് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്കത് നോക്കാം. അതിൻ്റെ മുന്നേ നമ്മൾ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ കുറേ സ്വിച്ചുകളുണ്ട്. ഇപ്പോൾ സ്വിച്ച് ഇൻ ഫിഗ്മ എന്ന് കൊടുക്കുമ്പോൾ ഒരുപാട് സ്വിച്ചുകൾ നമുക്കിന്ന് ഇതിപ്പോൾ ഗൂഗിളിൽ കിട്ടാറുണ്ട്. ഇതൊക്കെ ടോഗിൾ സ്വിച്ചാണെന്ന് ഇതിനൊക്കെ പറയാം. ഇതേപോലെയുള്ള ഒരു സ്വിച്ചാണ് നമുക്കിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് ഇതുണ്ടോ, ഇതൊക്കെ നല്ലൊരു അടിപൊളി സ്വിച്ചുകളാണ് ഇത് വരുന്നത്. ഇതൊക്കെ നമ്മൾ മൊബൈൽ ആപ്സിലോ അല്ലെങ്കിൽ വെബ്സൈറ്റിലൊക്കെ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കിയിട്ട് നമുക്കിത് എന്താ പറയുക എൻഹാൻസ് ചെയ്യാൻ പറ്റും. ഈ മൊബൈൽ ആപ്സിലും വെബ്സൈറ്റിലൊക്കെ ഇങ്ങനത്തെ സാധനം കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്കിന്ന് ഫിഗ്മയിൽ എങ്ങനെ നമുക്കിന്നൊരു സ്വിച്ച് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് അതിൻ്റെ മുന്നേ ഇതേപോലെയുള്ള സ്വിച്ചുകളുണ്ട്. അതൊക്കെ നല്ലൊരു അടിപൊളി സ്വിച്ചുകളാണ് ഇതൊക്കെ വരുന്നത്. ഒരുപാട് സ്വിച്ചുകളുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്വിച്ചാണ് ഇപ്പോൾ ഇത്. പക്ക ടോഗിൾ സ്വിച്ച് എന്നാണ് ഇതിന് പറയാം. നമ്മൾ ജസ്റ്റ് ആനിമേഷൻ ചെയ്യാനും ഇതിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ളൊരു സാധാ സിമ്പിളായിട്ടുള്ളൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള മോഡേൺ ആയിട്ടുള്ളൊരു സ്വിച്ച് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് സ്വിച്ച് വരക്കാനുള്ള പരിപാടി നോക്കാം. അത് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ബോക്സ് വരയ്ക്കാം. ബോക്സിൻ്റെ കളറ് ഫില്ല് ചെയ്യേണ്ടത് ഈ റെഡ് കളറാണ് കൊടുക്കേണ്ടത്. റെഡോ ഓറഞ്ചോ യെല്ലോ ഒക്കെ കൊടുക്കാം. ഇതിൻ്റെ സൈസ് കൊടുക്കേണ്ടത് 3:2:20. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സൈസ് കൊടുക്കാം. ഏത് കളർ സൈസ് വേണമെങ്കിലും കൊടുക്കാം. പിന്നെ ഫുള്ളായിട്ട് റേഡിയസ് കൊടുക്കാം. ഫുൾ റേഡിയസ് കൊടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോക്ക് കൊടുക്കണം. സ്ട്രോക്കിന് വെയിറ്റ് കൊടുക്കേണ്ടത് ഒരു 15 കൊടുക്കാം. 15 കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഗ്രേഡിയൻറ്റ് ഗ്രേഡിയൻ്റാണ് കൊടുക്കേണ്ടത്. ഗ്രേഡിയൻറ്റിൻ്റെ കളർ കൊടുക്കേണ്ടത് ഈ 2 കളറാണ്. രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഓക്കെ. എന്നിട്ട് അതിന് ഒരു സ്റ്റോപ്പ് ചെയ്യേണ്ടത് നമ്മളൊരു 50% അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും ഒരു 85, ഒരു 50 എന്നുള്ള രീതിയിലുള്ള മാർജിനിൽ കൊടുത്താൽ മതി. ഓക്കെ, ഒരു കളർ പാറ്റേൺ കൂടെ കിട്ടി. നമ്മൾ സ്ട്രോക്കിനാണ് കൊടുത്തത്. സ്ട്രോക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ ഒന്നും കൂടി ഒന്ന് സൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈഡിലോട്ട് ഇത് കൊണ്ടുവരാം. ഈ സൈഡിലോട്ട് കുറച്ച് കൊടുത്തിട്ട് ഈ ഒരു എഡ്ജ് കർവായിട്ട് നമ്മളിത് കൊടുക്കാം. പിന്നെ നമ്മൾ രണ്ടാമത്തെ സംഭവമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സംഭവം എന്ന് പറയുന്നത് എഫക്റ്റ് കൊടുക്കണം. ഈ ബോക്സിൻ്റെ ഉള്ളിലുള്ള ഇതിനൊരു ഇന്നർ ഷാഡോ നമ്മൾ കൊടുക്കണം. ഇന്നർ ഷാഡോ കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റിൻ്റെ അകത്ത് പോയിട്ട് ഡ്രോപ്പ് ഷാഡോ അല്ല, ഇന്നർ ഷാഡോയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 20 കൊടുക്കുക. കളർ നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. 50 ആൻഡ് 100%. കളർ കൊടുക്കേണ്ടത് അപ്പോൾ ഇതിങ്ങനെ വന്നു. ഇനി നമ്മളിതിന് ചെറിയൊരു കളർ ചേഞ്ചസ് വരുത്തണം. കളർ ചേഞ്ചസ് വരുത്തേണ്ടത്
ഈ കളറാണ് കൊടുക്കേണ്ടത്. ഈ കളർ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഓൾമോസ്റ്റ് അതൊരു ബ്ലറായിട്ടൊരു സാധനം കൊടുക്കും. 100% ഞാൻ കൊടുക്കുന്നത് 100%. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡെപ്ത് വന്നിട്ടുണ്ട് ഈ സാധനത്തിന്. ടോട്ടലി ഡെപ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒരു റൗണ്ടിലൊരു ബോക്സൊക്കെ വരച്ചിട്ട് നമ്മൾ അതിൻ്റെ സ്വിച്ച് പോലെ നമ്മൾ ആക്കിയിടണം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഈ സ്വിച്ചിന് നമ്മൾക്ക് ഓൺ ഓഫ് അല്ലെങ്കിൽ ഡാർക്ക് ബ്ലൂ എന്നുള്ള ഡാർക്ക് ലൈറ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു എഫക്റ്റ് ഉണ്ടാവും. ഇതൊരു സ്വിച്ചിൻ്റെ ഒരു ബട്ടൺ, ആ ബട്ടൻ്റെ ഒരു റൗണ്ട് പോലത്തെ ഒരു ബട്ടൺ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ റൗണ്ട് വരയ്ക്കേണ്ടത് എലിപ്സ് എടുക്കുക. ഇതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് O ആണ്. എന്നിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നേരെ ചെയ്യാം. എന്നിട്ട് ഈ സാധനം ഇവിടെ കൊടുന്ന് വെച്ചിട്ട് ഇതിനൊന്ന് ജസ്റ്റ് വലുതാക്കി വെക്കുക. എക്സാക്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് നോക്കിയിട്ട് എടുക്കാം. 280 ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ഓക്കെ, എന്നിട്ട് ഇവിടെ കൊടുന്നിട്ട് എക്സാക്റ്റ് ഇവിടെ കൊടുന്ന് വെക്കുക. എക്സാക്റ്റ് കൊടുന്നു. എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ലിൻ്റെ അകത്ത് വന്നിട്ട് ഗ്രേഡിയൻറ്റ് കൊടുക്കണം. ഗ്രേഡിയൻറ്റ് ലൈനർ ഗ്രേഡിയൻറ്റിനാണ്. ഇതിൻ്റെ കളർ ഞാൻ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ കളർ സെലക്ട് ചെയ്യാം. രണ്ടാമത്തത് ഇത് വരുമ്പോൾ ഓൾറെഡി ഇത് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് അടുത്ത കളർ കൊടുക്കുന്നത് ഈ കളറും കൊടുക്കുക. ഓക്കെ, ഈ കളർ കൊടുത്തതിന് ശേഷം ഓൾറെഡി ഇവിടെ ഇത് വന്നിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം ആ 2 കളർ കൊടുക്കുക. ആ 2 കളർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ പൊസിഷൻ നമ്മൾ ഇവിടുന്ന് മാറ്റി കൊടുക്കണം. ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം ഈ 2 കളറും ഇതവിടെ അതേപോലെ തന്നെ പേരെടുത്തു. പിന്നെ ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 2 കളർ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, എഫക്റ്റ് പോയിട്ട് ഇതിൻ്റെ ഇന്നർ ഷാഡോ കൊടുക്കണം. ഇന്നർ ഷാഡോ കൊടുക്കേണ്ടത് ഇപ്പോൾ ഇന്നർ ഷാഡോ ഓൾറെഡി ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വന്നപ്പോൾ തന്നെ ഇത് കണ്ടോ, അവിടെ ഒരു സൈഡ് കണ്ടത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ കൊടുക്കണം. ഇന്നർ ഷാഡോ കൊടുക്കണം. ഇവിടെ ഒരു ചെറിയൊരു ലൈനാണ് എനിക്ക് വരുന്നത്, ഇവിടെ ഈ ഭാഗം മാത്രമായിട്ട്. അത് നമ്മൾ ഇന്നർ ഷാഡോ കൊടുത്തിട്ട് നമ്മൾ ഇത് രണ്ടും വേറെ ആണെന്നുള്ള രീതിയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൗണ്ടും ഈ റൗണ്ടും ഇത് തമ്മിൽ വേറെ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു എഫക്റ്റ്, ആ എഫക്റ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പൊസിഷൻ കൊടുക്കുന്നത് -3, പിന്നെ 0 0, പിന്നെ സ്പ്രെഡ് ചെയ്യുന്നത് ഒരൊറ്റ പിക്സൽ, ഒരൊറ്റ 1% കൊടുത്താൽ മതി. 1% കൊടുക്കുമ്പോൾ അവിടെ ഒരു സ്ട്രോക്ക് ആയിട്ടുള്ള രീതിയിൽ വരും. വേണ്ട, ഓൾറെഡി ഇവിടെ ഒരു സ്ട്രോക്ക് ആയിട്ട് വരുന്നുണ്ടോ, ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാം. ഈ ഒരു സ്ട്രോക്ക് ഈ സൈഡ് മാത്രമായിട്ടാണ് അത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അത് കൊടുക്കേണ്ടത്. ഓക്കെ, സൂം ഔട്ട് ചെയ്തിട്ട് കളേഴ്സൊക്കെ കൊടുക്കുന്നത് ബ്ലാക്ക് തന്നെയാണ്. പിന്നെ 30% കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം, പക്ഷെ അത് ബ്ലാക്കാണ് അതിനൊരു മാച്ച് ആവുക. ഓക്കെ, അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3D എന്താ പറയുക സ്വിച്ച് പോലൊക്കെ ഒരു സാധനം വരുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ കുറച്ച് സൈസൊക്കെ ഇവിടെ കൂട്ടി കൊടുക്കാം, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇനി ഇതിനെന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മളിതിനൊരു പാറ്റേൺ ഉണ്ടാക്കണം. ഇതിനൊരു റൗണ്ട് ഈ ഒരു ചെറിയൊരു സൈഡിൽ നമ്മൾ സ്വിച്ചിൻ്റെ ഭാഗത്ത് പ്രസ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കണം. ഇഷ്ടമുള്ള ചിലപ്പോൾ പിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, മറ്റേ ഐക്കൺസ് വേണമെങ്കിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പാറ്റേൺ ഈ റൗണ്ടിൽ ഫുള്ളായിട്ടൊരു സ്വിച്ച് പോലൊരു സാധനം നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. പാറ്റേൺ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്കൊരു ചെറിയ ഈ റൗണ്ടിൻ്റെ അകത്താണ് നമ്മൾ ഈ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമുക്കൊരു 3D ഷേപ്പ് പോലെയുള്ളൊരു ചെറിയൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാം. ഓൾറെഡി നമ്മുടെ പാറ്റേൺ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഒരു വേറെ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് ഞാനിന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു റെക്റ്റാങ്കിളൊക്കെ കൊടുത്തിട്ട് ഒരു ചെറിയ ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് അതിൻ്റെ പുറത്തേക്ക് വേറൊരു ബോക്സ് കൂടി വരച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് അതിനെ ഈ നേരെ ഫോക്കസ് ചെയ്യും. എന്നിട്ട് ഇതിനെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക.
ഓക്കെ, ഇത് പുറത്തെടുത്തിട്ട് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നേരെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പാറ്റേണിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്റ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ ഒരു ഫസ്റ്റ് പാറ്റേണിൻ്റെ ഒരു പാർട്ടായി. ഇനി നമുക്കിതിനെ കോപ്പി എടുത്ത് വെച്ചിട്ട് ഒരു ലൈനിൽ മൊത്തമായിട്ട് കോപ്പി എടുത്ത് വെക്കാം. എന്നിട്ട് ആ കോപ്പി എടുത്ത് വെച്ചിട്ട് സെക്കൻഡ് ലെയറിൽ വരുമ്പോൾ സെക്കൻഡ് റോയിലുള്ള പാറ്റേൺ വരുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. ആദ്യം നമുക്കിതൊന്ന് റെഡിയാക്കി വെക്കാം. ഫസ്റ്റ് ലൈൻ ഇതിനി കുറച്ച് ചെറുതാക്കി വെക്കും, അപ്പോൾ കുറച്ചധികം നീളത്തിൽ വെക്കും. ഓക്കെ, ഫസ്റ്റ് റോയിലുള്ളത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് റോയില് ഈ സെയിം സാധനം തന്നെ കോപ്പി എടുത്ത് വെച്ചിട്ട് താഴോട്ട് കൊണ്ടുവരും. താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്തിട്ട് ഈ കളർ വീണ്ടും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ സെക്കൻഡ് വണ്ണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് ഒരു 3D ഷേപ്പ്. ഇപ്പോൾ ഇത് നേരെ ഇങ്ങനെ താഴോട്ടായിട്ടുള്ള ഒരു ലെയർ കിട്ടണം. അപ്പോൾ ആ ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാറ്റേൺ എടുത്തിട്ട് നല്ല പതുക്കെ ഇങ്ങനെ കുത്തിമുട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നോക്ക്, ഇപ്പോൾ ഒരു താഴോട്ട് വൈറ്റ് ഇങ്ങനെ നേരെ താഴോട്ട് ഒരു 3D ഷേപ്പ് ആയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് നേരെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് നേരെ താഴോട്ട്. ഓക്കെ, ഇപ്പോൾ ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് കൊടുക്കാം, ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ എത്ര മതി. ഇതിൻ്റെ ഇത് കോപ്പി ഒന്ന് വെച്ചിട്ട് ഇത് ചെറുതാക്കി വെക്കും. ഇത് കുറച്ച് വലുതാണ്. ഇനി ഇത് കുറച്ചും കൂടി ചെറുതാക്കിയിട്ട് നമ്മൾ ആ ഒരു റൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സാധനം വെക്കും. ഓക്കെ, ഇത് ചെറുതാക്കിയിട്ട് മാക്സിമം ചെറുതാക്കി വെക്കുക. ഈ റൗണ്ടിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ സാധനം കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇനിയും ഈ സാധനം വേണം. കൊടുത്തേക്കുക. പാറ്റാണ് ജസ്റ്റ് കോപ്പി എടുത്ത് വെച്ചിട്ട് ഇത് നോക്കുക. ഇത് റൗണ്ട് ആയതുകൊണ്ട് ഈ റൗണ്ടിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ സാധനം കൊണ്ടുവരണം. അത് ക്ലിപ്പിംഗ് മാസ്ക് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇത് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിനെ ഗ്രൂപ്പാക്കാം. ടോട്ടൽ ഗ്രൂപ്പാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കണം. യൂസ് മാസ്ക്. ഓക്കെ, ഒരു പാറ്റേണായി വേണ്ടോ. അപ്പോൾ ടോട്ടലി അതൊരു പാറ്റേണായി. ഈ സാധനത്തിൻ്റെ കോപ്പി എടുത്തിട്ട് ഇതേ സെയിം കോപ്പി വെച്ചിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കാം. യൂസ് മാസ്ക് നമ്മളിതിന് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിന് എന്ത് ചെയ്യണം, നമ്മൾ നേരെ ഇവിടെ കൊടുന്ന് വെച്ചിട്ട് കറക്റ്റ് ഇതിൽ തന്നെ ആയിരിക്കും വരിക. ഇങ്ങനെ വന്നപ്പോൾ ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഈ സാധനം നമ്മൾ കൊടുന്ന് വെച്ചു. ഈ കൊടുന്ന് വെച്ചതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് ഒരു ബോർഡർ കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറുതായിട്ടൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇത് നമ്മളൊന്ന് റൗണ്ടാക്കി വെച്ച് കൊടുക്കുക. പാറ്റേൺ നിങ്ങൾക്ക് വേറെ മോഡലൊക്കെ വേണമെങ്കിൽ നോക്കാം, നോ പ്രോബ്ലം. അതൊരു ഇമേജ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഒരു ഐക്കൺസ് വേണമെങ്കിൽ വെക്കാം. ഏത് രീതിയിൽ നമുക്ക് ഇത് ഇതാക്കാം. ഇങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുണമെന്ന് വെച്ചാൽ, ഈ മൊബൈൽ ആപ്സിൽ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഐക്കൺസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ആ മൊബൈൽ ആപ്സിനും. ടോട്ടലി അതൊരു എന്താ പറയുക, ഇൻട്രാക്ഷൻസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഒരു എന്താ പറയുക, യൂസേഴ്സിനെ കാണുമ്പോൾ അത് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര രസമായിരിക്കും ഇതിൻ്റെ ഒരു. ഓക്കെ, ഇതന്നെ വെക്കാം. വേണ്ട, ഇതൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 3D ഷേപ്പിൽ നമുക്കൊരു ഡെപ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഗ്രൂപ്പാക്കിയിട്ട് വേണമെങ്കിൽ വേറെ വെക്കാം. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇത് ഞാൻ കോപ്പി എടുത്ത് വെച്ചിട്ട് വേറൊരു മോഡൽ, വേറൊരു കളർ വേണമെങ്കിൽ ഇതിൻ്റെ അകത്ത് വരികയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ കളർ ചേഞ്ച് ചെയ്യേണ്ടത് ഈ ഭാഗത്തു നിന്ന് നമ്മൾ ഇവിടെ കളർ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഷാഡോസിൻ്റെ ഈ കളറും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു ബ്ലാക്കൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കളറൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ലൈറ്റ് ബ്ലൂ ഒക്കെ ആയിട്ട് ഡാർക്ക് ബ്ലൂ ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിനൊന്നും കൂടി ഭംഗി കിട്ടും. പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഈ സാധനം നോക്കാം. ഇപ്പോൾ പാറ്റേൺ വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം. ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഭയങ്കര ഭംഗിയായിരിക്കും ഇന്നത്തെ ഒരു ഐറ്റംസ് ഒക്കെ വെക്കുമ്പോൾ. ഇനി ഇതിന് ഇൻട്രാക്ഷൻസും കൂടെ കൊടുക്കുമ്പോൾ അതിനെക്കാട്ടിയും ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ പാറ്റേണിൻ്റെ ഈ റൗണ്ട് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ എപ്പോഴും നോക്കണം. ഏകദേശം ഒരു കറക്റ്റാണ് തോന്നുന്നുണ്ട്. പിന്നെ അത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഓരോ സ്വിച്ചുകളൊക്കെ ഓരോന്ന് ഇതേപോലെ ട്രൈ ചെയ്യുമ്പോൾ പുതിയതായിട്ട് ഓരോ ഭാഗങ്ങൾ ചേർക്കാം. ഇനി വേണമെങ്കിൽ എത്ര കളർ വേണമെങ്കിൽ നമുക്കതിനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഒരു മോഡൽ കൂടി എല്ലാ കളർ കൊടുക്കുമ്പോൾ അതിന് വേറെ ഭംഗിയാണ്. ഇപ്പോൾ നല്ല മാച്ചബിൾ ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് ഇൻട്രാക്ഷൻസും കൂടി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി വരിക. നമ്മളൊരു പിക്ചറോ അല്ലെങ്കിൽ ഇത് ഈ പാറ്റേൺസിൻ്റെ ഓരോ പിക്ചറോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവങ്ങൾ നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു എഫക്റ്റുകൾ കൊടുക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് ഭംഗി വരിക. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇത് വേണമെങ്കിൽ ഒന്നുകൂടി കുറച്ചിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ആ റൗണ്ട് എടുക്കുക. ഇപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊബൈൽ ആപ്സിലൊക്കെ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുമ്പോഴൊക്കെ നല്ല ഭംഗി. ഇത് നിങ്ങൾക്കും ചെയ്യാം സിമ്പിളായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇത് ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൂടുതലായിട്ട് ഇതിൽ വരുന്ന കളികൾ എന്ന് പറയുന്നത് ലൈനർ എഫക്ട്സ്, ലൈനറിൻ്റെ അകത്തുള്ള ഈ ഗ്രേഡിയൻറ്റ്, അതേപോലെ തന്നെ ഇന്നർ ഷാഡോസിൻ്റെ അകത്തുള്ള ഈ ഡെപ്ത്, എക്സും വൈയും അതിൻ്റെ ബ്ലറും സ്പ്രെഡും അതിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ മെയിൻ കളികൾ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതിലും അടിപൊളിയായിട്ടുള്ള ഓരോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചുമ്മാ ഫിഗ്മെൻ്റ് അകത്തൊക്കെ കയറിയിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് ഫിഗ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇമേജസ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ വെക്കുമ്പോൾ നല്ല സൂപ്പറായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ ഇതുണ്ടോ, ഇതൊരു ഇമേജാണ്. ഈ ഇമേജ് വരുമ്പോൾ ഇതിനുള്ള ആനിമേഷൻസ് ഇതൊക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, താഴത്തെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അയക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, കീപ് സപ്പോർട്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, കീപ് സപ്പോർട്ട്.